ഉദ്ദേശിക്കുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട സ്ത്രീയല്ല കേട്ടോ. ഒരു സ്ത്രീയെ ഫിസിക്കലായിട്ട് മെന്റലി ഹറാസ്മെന്റ് അത് ശരിയല്ല. നമസ്കാരം, കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഒട്ടനവധി സംഭവ വികാസങ്ങളാണ് ഹൗസിൽ ഉണ്ടാകുന്നത്. ഒന്നാം ദിവസം മുതൽ ഹൗസിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ബോഡി ബിൽഡറായ ജിൻഡോ ബോഡി ക്രാഫ്റ്റിൻ്റെത്. ആദ്യത്തെ പ്രശ്നം, തനിക്ക് ഹൗസിൽ വന്ന ശേഷം നല്ല ചായ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. നല്ല ചായ കിച്ചൺ ടീം ഇട്ടു തരണമെന്ന് പറഞ്ഞ് ജിൻഡോ രോഷാകുലനായപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചു തരും, വേണമെങ്കിൽ തിന്നാൽ മതി, വീട്ടിൽ കിട്ടുന്ന ചായയൊന്നും ഇവിടെ വെച്ചുണ്ടാക്കി തരാൻ പറ്റില്ലെന്നുമായിരുന്നു ഹൗസ് അംഗങ്ങളുടെ മറുപടി. ഇപ്പോഴിതാ വീണ്ടും ജിൻഡോയുടെ ഒരു പ്രസ്താവന ഹൗസിന് തീ പിടിച്ചിരിക്കുകയാണ്. പവർ ടീം അംഗങ്ങൾക്ക് മറ്റുള്ള മത്സരാർത്ഥികളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാനുള്ള അധികാരം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പവർ ടീം അംഗങ്ങളായ യമുനയും ശ്രീരേഖയുമെല്ലാം ഹൗസിലെ ഓരോ അംഗങ്ങളെ കൊണ്ടും ഓരോരോ ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പവർ ടീം എന്ത് ചെയ്യാൻ പറഞ്ഞാലും തർക്കിക്കാൻ നിൽക്കാതെ മറ്റുള്ളവർ അത് അനുസരിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി ജിൻഡോയോട് ബോഡി ഷോ കാണിക്കാൻ യമുന ആവശ്യപ്പെട്ടിരുന്നു. അതിന് ജിൻഡോ നൽകിയ മറുപടി അല്പം കടന്നുപോയി. ബോഡി ഷോ കാണണമെങ്കിൽ തനിക്കൊപ്പം ബാത്റൂമിലേക്ക് വരാനാണ് യമുനയോട് ജിൻഡോ പറഞ്ഞത്. ഞാൻ ജട്ടി ഇട്ടുകൊണ്ട് ബോഡി ഷോ ഇവിടെ കാണിക്കണോ? അതെന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ബോഡി ഷോ കാണണമെങ്കിൽ എനിക്കൊപ്പം ബാത്റൂമിലേക്ക് വരൂ എന്നാണ് ജിൻഡോ പറഞ്ഞത്. അതോടെ ജിൻഡോയുടേത് സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണെന്ന് പറഞ്ഞ് ഹൗസിലെ മറ്റംഗങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു. വളരെ വൈകാരികമായിട്ടായിരുന്നു യമുന പ്രതികരിച്ചത്. തോന്നിവാസമാണ് ജിൻഡോ പറഞ്ഞത്, അതുകൊണ്ട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് രതീഷ് കുമാറും രംഗത്തെത്തി. പക്ഷേ തന്റെ പ്രസ്താവനയിലെ അബദ്ധം എന്താണെന്ന് ജിൻഡോയ്ക്ക് അപ്പോഴും മനസ്സിലായില്ല. ഗബ്രി അടക്കമുള്ള മത്സരാർത്ഥികൾ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതും കാണാമായിരുന്നു. തുണിയില്ലാതെ ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് ബാത്റൂമിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ, പബ്ലിക്കായി പറ്റില്ലെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അപ്പോഴും ജിൻഡോ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും സംഭവം വ്യക്തമാക്കി കൊടുത്തപ്പോൾ ജിൻഡോ മാപ്പ് പറയാൻ തയ്യാറായി. പക്ഷേ മാപ്പ് കൊണ്ടൊന്നും യമുനയുടെ ദേഷ്യം കെട്ടടങ്ങിയില്ല. വീഡിയോ വൈറലായതോടെ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത്. ജിൻഡോയ്ക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ജിൻഡോയിൽ നിന്നും ഇത്തരം പ്രസ്താവനകൾ വരുന്നതെന്നായിരുന്നു ഒരു വിഭാഗം കുറിച്ചത്. രതീഷിന്റെ ഇറങ്ങിപ്പോക്കും ജിൻഡോയുടെ പ്രസ്താവനയും എല്ലാം കൊണ്ട് ലൈവ് കണ്ട് ചിരിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നായിരുന്നു മറ്റൊരു വിഭാഗം കുറിച്ചത്. സ്ക്രീൻ സ്പേസ് കണ്ടെത്താൻ അനാവശ്യമായി വഴക്കുണ്ടാക്കുന്നവരാണ് ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ ഏറെയുമെന്ന് കമന്റ് ചെയ്തവരും നിരവധിയാണ്. 19 പേരാണ് ഇപ്പോൾ ഹൗസിൽ കപ്പിനായി മത്സരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.